നമസ്കാരം. നമസ്കാരം. നീ എവിടുന്ന് വരുവാ? ഞാൻ കൊല്ലം ശാസ്താംകോട്ട. കറക്റ്റ് സ്ഥലം കോവൂര്. എവിടെ? കോവൂര്. കോവൂര്, ശാസ്താംകോട്ട, കൊല്ലം. എന്തിനു വേണ്ടിയിട്ടാണ് ഇടമലക്കാവി വന്നേ? എൻ്റെ തൊഴിലിന് വേണ്ടിയായിരുന്നു. ഞാൻ 2021 സെപ്റ്റംബർ മാസം മുതൽ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. 2021 2023 സെപ്റ്റംബർ മുതലോ? 2021 സെപ്റ്റംബർ മാസം മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. ഞാൻ 2025 ജനുവരി മാസം 2-ാം തീയതിയാണ് യൂട്യൂബിൽ വീഡിയോ കാണുന്നത്. എന്ത് വീഡിയോ കണ്ടു? നമ്മുടെ ക്ഷേത്രത്തിലെ പ്രദോഷ പൂജയെ പറ്റിയും ഇടമലക്കാവിനെ പറ്റി, ഇവിടുത്തെ പ്രദോഷ പൂജയെ പറ്റി വീഡിയോ കാണുന്നു. എന്ന് കണ്ടു? ജനുവരി 2-ാം തീയതി കണ്ട്. ഏത് വർഷം? ഈ വർഷം ജനുവരി 2-ാം തീയതി 2025. അതെ അതെ. കണ്ടിട്ട് ഞാൻ 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ അവിടെ വരുന്നത്, ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരുന്നത്. എന്നാലും ഞാൻ പിറ്റേ ദിവസം പ്രദോഷത്തിന്റെ ആദ്യം ചടങ്ങ് ചെയ്ത് 11-ാം തീയതി പ്രദോഷ പൂജയിൽ പങ്കുചേരാൻ ഞാൻ വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിളി വന്നു. ഇന്റർവ്യൂവിന് വേണ്ടി വിളി വന്നു. എന്നിട്ട് മാനേജർ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഞാൻ പൂജയ്ക്ക് ഇവിടെ സ്റ്റാൻഡില് ഇറങ്ങി ചായക്കടയിൽ ഇറങ്ങി ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്ക് സെലക്ഷൻ കിട്ടി. പിസയ്ക്കുള്ള കാര്യങ്ങൾ നീക്കാൻ പോവാന്ന് പറഞ്ഞു. പിസയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രദോഷ പൂജ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുമ്പ് വിസ അപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞ് വിളിച്ചു. ടിക്കറ്റ് ചാർജ് കൂടുതലായതുകൊണ്ട് ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അതെ, കാരണം പെരുന്നാളും മറ്റുള്ള അവിടെ ചാമ്പ്യൻ ട്രോഫി മത്സരമൊക്കെ നടക്കാൻ അതിഥിയായിട്ടുള്ള തിരക്കുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറയട്ടെന്നും പറഞ്ഞു ഈ മാസം 26-ാം തീയതിക്ക് എനിക്ക് 12:45 വേണ്ടി ടിക്കറ്റ് എടുത്തു. കിട്ടിയോ? കിട്ടി. ടിക്കറ്റും വിസയും എല്ലാം കിട്ടി. അപ്പൊ എന്നാ പോകുന്നത്? 25-ാം തീയതി വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. രാത്രി 10 മണിയാകുമ്പോ എയർപോർട്ടിൽ ചെല്ലണം. എവിടെ? തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് എന്താ പറയാനുള്ള ഭഗവാനോട്? ഞാൻ 3 വർഷം 3.25 കൊല്ലം ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഒരുപാട് പൈസ എറണാകുളത്ത് ബാംഗ്ലൂർ അവിടെ പോയി ഒരുപാട് പൈസ 1.5 ലക്ഷം രൂപയോളം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയി. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു തൊഴിലിന് വേണ്ടി ശ്രമിച്ച് നടന്നില്ല. ഭഗവാന്റെ അടുത്ത് വന്ന് 10 ദിവസം അല്ല ഒരാഴ്ച ആയില്ല. ഭഗവാന്റെ അടുത്ത് വന്ന് 10 ദിവസം ആകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി കിട്ടി. എനിക്ക് റെഡിയായിരുന്നു. ഭഗവാനും നാഗരാജാവിനും ഒരായിരം നന്ദി. ഭഗവാൻ ഇത്രയും നാൾ ഞാൻ വിചാരിക്കാത്ത കാര്യം പെട്ടെന്ന് എനിക്ക് ഇതെല്ലാം നേടിത്തന്നു. എന്താ ഭക്തജനങ്ങളോട് പറയാനുള്ളത്? ഭക്തജനങ്ങളോട് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നാൽ സാധിക്കാത്ത ഒന്നുമില്ല. വിഷമമായിട്ട് വന്ന എന്റെ കാര്യം 3 കൊല്ലമായിട്ട് ഞാൻ ശ്രമിച്ച കാര്യം സാധിക്കാത്ത കാര്യം എവിടെല്ലാം പോയി, ഏതെല്ലാം അമ്പലങ്ങളിലും ഉക്നികളും എല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഹിന്ദു ആണെങ്കിലും പള്ളിയിലെല്ലാം പോകും. എല്ലായിടും പോകും. അങ്ങനെയൊന്നും ഇല്ല, എല്ലായിടും പോകും. വിശ്വാസിയാണ്. അതെ, എല്ലാരെയും ഉൾക്കൊള്ളുന്ന ആളാണ്. എല്ലാ വിശ്വാസത്തെയും സ്വീകരിക്കും. നല്ല കാര്യമാണത്. എല്ലാ വിശ്വാസവും എല്ലാം ഈശ്വരൻ തന്നെ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ആരാധന തന്നെയാണ്. നല്ല കാര്യമാണ് അതൊക്കെ. ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞു, സന്താനഭാഗ്യം വിവാഹം കഴിഞ്ഞ് 15 വർഷമായി സന്താനഭാഗ്യം ഇങ്ങനെ വരാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒരുപാട് അറിയാവുന്നവരുടെ എല്ലാവർക്കും പറയുകയും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാനെ പൂർണ്ണ വിശ്വാസമായി. ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഭഗവാനെ മുറുകെ പിടിക്കാനാണ്, വിശ്വസിക്കാനാണ്, ഭഗവാന്റെ നാമം ജപിക്കാനാണ്. നാമം ജപിക്കുന്നുണ്ടോ? 111 തവണയാണ് അങ്ങ് ചൊല്ലാൻ പറഞ്ഞതെങ്കിലും 300-303 നാളെ എത്ര ചൊല്ലിയാലും മതിയാകത്തില്ല. എത്ര ചൊല്ലിയാലും മതിയാകത്തില്ല. എന്നും. അപ്പൊ 111 നല്ലത് ചൊല്ലുന്നേ. 300 പുറത്ത് 400 500 മതിയാവും. അത്രത്തോളം നാമം ഞാൻ ചൊല്ലുന്നുണ്ട്. പിന്നെ ചെല്ലാൻ തോന്നുവാ. കള്ളം പറയരുത്. ഇല്ല, അത് ചെല്ലുമ്പോ സ്വന്തം പല്ല് തേക്കാൻ പോയാലും കുളിക്കാൻ പോയാലും അല്ലെങ്കിൽ തുണി കഴുകാൻ പോയാലും ആഹാരം കഴിച്ചാലും ഈ ഫോണ് നോക്കിക്കൊണ്ടിരുന്നാലും ഭഗവാന്റെ എപ്പോഴും വരുന്നേ. വളരെ സന്തോഷം. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ജോലിക്ക് ചെന്നിട്ടും അവിടെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ. ശിവോഹം.